ഹലോ. ഉമ്മ പറ. ആ ഹലോ. എടി നീ എവിടെയാ? എന്താണ് ഉമ്മ? എന്താ കാര്യം എന്താ? എടി, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. നീ ഒന്ന് ഇങ്ങോട്ട് വരുവോ? നിന്റെ ഉമ്മ വെറുതെ എന്നെ ബേജാറാക്കാതെ നിങ്ങൾ കാര്യം പറയ്. ഉമ്മ എന്തെങ്കിലും പ്രശ്നമാണോ അവിടെ? ഓ, അത് ഫോണിൽ കൂടി ഒന്നും പറയാൻ പറ്റില്ല. നീ ഒന്നിങ്ങ് പാടി. നിങ്ങൾ ഫോണിൽ കൂടെ കാര്യം പറയേ, വെറുതെ ടെൻഷനാക്കല്ലേ. അതൊന്നും അല്ല രജിയെ, ഇജ്ജ് ഒന്നിങ്ങോട്ട് വാ. കുറച്ച് കാര്യം പറയാനുണ്ട് നിന്നോട്. ശരി. ഞാൻ വരാം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഞാൻ അവിടെ വന്നിട്ടേ പോകുന്നുള്ളൂ. പിന്നെ നീ ഇനിയിപ്പം ഓനോട് പറയണ്ട. നീ അവിടെ ടൗണിലോട്ട് എങ്ങാനും പോവാന്നെങ്ങാനും പറഞ്ഞാൽ മതി. ഇങ്ങോട്ടാ വരുന്നതെന്ന് പറയണ്ട. ഇനിയിപ്പം അതെന്താ എങ്ങനെയാ എന്നൊക്കെ ഓനോട് പറയേണ്ടി വരും. അതുകൊണ്ട് നീ പറയാതെ ഇങ്ങ് പോന്നാൽ മതി. നിങ്ങൾ ഫോൺ വെക്ക്, ഞാൻ വന്നിട്ട് പോവാ. ആയിക്കോട്ടെ. എന്താണ് ഉമ്മ നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞ? എന്താ കാര്യം എന്താ? ഞാനിപ്പോൾ എങ്ങനെയാടി നിന്നോട് ഇത് പറയുക? പറയാൻ എനിക്കൊരു പേടി. പേടിക്കാൻ മാത്രം എന്താണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഫോണിൽ കൂടെ പറയാൻ പറഞ്ഞാൽ ഫോണിൽ കൂടെ പറയില്ല. എന്നാ നേരിട്ട് വന്നപ്പോഴോ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തെന്നാ നിങ്ങൾക്ക് പറ്റിയത്? 2 ദിവസം മുന്നേ നീ എന്നെ വിളിച്ചപ്പോഴേ എനിക്ക് ചെറിയൊരു തലകറക്കോ ഛർദിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിന്നോട്? ആ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങളോട് ഹോസ്പിറ്റലിൽ പോകുന്നേ? ആശുപത്രിയിലൊക്കെ പോയി അന്ന്. നീ ഒന്ന് പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ പോകുമെന്ന്? അപ്പൊ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? എനിക്ക് വിശേഷമുണ്ടടി. 3 മാസമായിട്ടുണ്ട്. അതെ, അൽഹംദുലില്ലാ. ഇതിനിപ്പോ പേടിക്കുക നിങ്ങൾ വേണ്ടത്? സന്തോഷിക്കല്ലേ ഇതിനൊക്കെ വേണ്ടത്? ഒന്ന് പോടി അവിടുന്ന്. പഠിച്ചോനെ, ഞാൻ എങ്ങനെ ഇനി പുറത്തൊന്ന് ഇറങ്ങി നടക്കുക? ഇവിടുത്തെ ഉമ്മാനോട് എന്താ പറയുക? ഇനി ഇതൂടെ കിട്ടിയാ മതി. ഇത് വിശേഷം ഉണ്ട് എന്ന് പറയണോ? ഇതെന്താ ഈ നാട്ടു നടപ്പില്ലാത്ത കാര്യം വല്ലതുമാണോ? ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അനുഭവിക്കുന്ന ഞാനല്ലേ. പഠിച്ചോനെ, എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല. ഈ സമയത്തെ ഇനി കണ്ണി കണ്ടത് മൊത്തം ആലോചിച്ച് കൂട്ടിയിട്ട് ഒരു അസുഖം ഉണ്ടാക്കി വെക്കാൻ നിൽക്കണ്ട. ഇത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയല്ലേ ആയുള്ളൂ. നിനക്കിപ്പോൾ വിശേഷം ഉണ്ടാവേണ്ട സമയമല്ലേ. ആ സ്ഥലത്ത് എനിക്ക് അന്ന് നാട്ടുകാരറിഞ്ഞിട്ടുണ്ടേണ്ട. എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ആൾക്കാരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, അവരുടെ ഒന്നും വായടപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജമീല, ജമീല, നിങ്ങൾ എന്താക്കുക ഇവിടെ രണ്ടുപേരും കൂടെ? കുറെ നേരമായല്ലോ രണ്ടുപേരും റൂമിൽ കയറി ഇരിക്കാൻ തുടങ്ങി. എന്താ ഇതിന് മാത്രം പറയാനുള്ളേ? എന്താ അത്ര രഹസ്യമുള്ളത് ഇവിടെ? പറയാനൊക്കെ ഉണ്ട്. കേട്ടാ എന്തായാലും ഉമ്മമ്മയ്ക്ക് നല്ല സന്തോഷാവുന്ന കാര്യമാണ്. അതെ, എന്നാ പറയ്, ഞാനിവിടെ കേക്കട്ടെ. ഉമ്മുമ്മക്ക് അടുത്ത് തന്നെ ഒരു കുഞ്ഞിക്കാലും കൂടെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ട്. എൻ്റെ പടച്ച റബ്ബേ, അതെയോ? എൻ്റെ പ്രാർത്ഥന കേട്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ ആയുള്ളെങ്കിലും എനിക്കൊരു പൂതി ഉണ്ടാവില്ലേ എൻ്റെ കൊച്ചിനെ കാണണം എന്നുള്ളത്. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഉമ്മുമ്മ, അതിന് വിശേഷം എനിക്കല്ല,
ഉമ്മാക്കാണ്. അയ്യയ്യേ, എന്താടി ഞാൻ ഈ കേക്കണത്? ഈ പ്രായത്തിലോ? എങ്ങനെയാ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കുക? പുറത്തിറങ്ങാൻ പറ്റുമോ? പടച്ചോനെ, ഈ അന്റെ ബുദ്ധിയും ബോധവും ഒക്കെ പോയോ? ആലോചിച്ചിട്ട് തന്നെ നാണക്കേടാവണ്. അയ്യയ്യേ, ഇവളെന്ത് ഭാവിച്ചിട്ടാണ് എൻ്റെ സുനിയെ? ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 50-ആം വയസ്സിലാണോ അവൾക്ക് പറയാൻ തോന്നിയത്? എനിക്ക് ആലോചിച്ചിട്ട് തന്നെ നാണക്കേടാവുന്നു. ആ പെണ്ണിപ്പൊ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയിട്ടേ ഉള്ളൂ. ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ആ പെണ്ണിന് വിശേഷം ആവേണ്ട സമയത്തല്ലേ തള്ളയ്ക്ക് വിശേഷം, അതും ഈ 50-ആം വയസ്സിൽ. എനിക്ക് വയ്യ, എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് എന്താ ചെയ്യണ്ടേ അറിയില്ല. അതൊന്നും പറയണ്ട. കുറച്ച് ദിവസമായിട്ട് ഒരു തലകറക്കവും ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ വല്ല പനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആയിരിക്കും എന്നാ വിചാരിച്ചിരുന്നേ. എനിക്കറിയോ ഇവിടെ ഈ 50-ആം വയസ്സിൽ പറയാൻ പോവുക എന്നുള്ള കാര്യം? ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞത് തന്നെ ഇപ്പം എന്താ വെച്ചാൽ റെജി വന്നിട്ടുണ്ടേ. റെജീനെ അവളും കൂടെ രണ്ടുപേരും കൂടെ രാവിലെ തൊട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര രഹസ്യം പറച്ചിലാ. അപ്പം ഞാൻ വിചാരിക്കുന്ന വേറെന്തുവാന്നു. ഞാൻ ഇന്ന് വെറുതെ ഒന്ന് ചെന്ന് നോക്കിയതാ. റെജിക്ക് ഗർഭം ഉണ്ടായതുപോലെയല്ലേ അവളുടെ പറച്ചിൽ മൊത്തവും. നാണക്കേട്. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലും ഒക്കെ കൂടെ വിറയ്ക്കാണടി. മനുഷ്യന്മാരുടെ അടുത്ത് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്നാണേലും പുറത്തു വരൂലേ? എന്താ ഇതിനൊക്കെ പറയും? ഇവരെന്ത് കൽപ്പിച്ചു കൂട്ടിയിട്ടാന്ന് ആർക്കറിയാം. അയ്യേ, നീയേ ഇതൊന്നും ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലേ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നേ. എന്നാലേ ഒന്നും ഇങ്ങോട്ട് വാ. എന്നെ കൊണ്ട് ഇത് തന്നെ താവൂല. എനിക്ക് ടെൻഷൻ കയറിയിട്ട് പറ്റുന്നില്ല. കയ്യും കാലൊക്കെ കുഴയുക. പിന്നെ വരുമ്പോ തന്നെ ഇങ്ങോട്ട് പോന്നാ മതി കേട്ടോ. മരുമോനെ ഒന്നും കൂട്ടണ്ട. ഓനോടൊന്നും പറയാൻ പോലും പറ്റില്ല. നാണക്കേടാണിത്. നീ എന്തായാലും ഒന്നും ഇങ്ങോട്ട് വാ. എന്താ നാത്തൂനെ ഈ കേൾക്കണത് മൊത്തം? ഈ പ്രായത്തിൽ പേരക്കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് വിശേഷമായി എന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് ഇത് പറയാൻ പറ്റുമോ? അമ്മായി ഇതെന്തൊക്കെയാ പറയണത്? പിന്നെ എന്തടി ഞാൻ പറയേണ്ടത്? വയസ്സാം കാലത്ത് നിന്റെ ഉമ്മ കാണിച്ചു കൂട്ടിയതിന് മൊത്തം ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ? അമ്മായി ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉപദ്രവം ചെയ്യാതിരുന്നാ മതി. ഞാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്ത് കണ്ടിട്ടാ ഈ തുള്ളുന്നത്? നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ളവർ മൊത്തം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് നിനക്ക് അറിയാവോ? അവിടുത്തെ കാര്യം ഓർത്തിട്ടൊന്നും അമ്മായി ടെൻഷൻ അടിക്കണ്ട. എന്തായാലും അമ്മായിനെ പോലെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നല്ല അവിടെ ഉള്ളവർ. ഈ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുകയുള്ളൂ. അല്ലാതെ അമ്മായി ചിന്തിക്കുന്ന പോലെയൊന്നും അവർ ചിന്തിച്ചു എന്ന് വരില്ല. സന്തോഷമുള്ള കാര്യമാണല്ലോ നിന്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? നോക്ക് നാത്തൂനെ, ഈ പെണ്ണിന്റെ കൂട്ടവും കേട്ടോണ്ട് നിങ്ങൾ തുള്ളാൻ നിൽക്കണ്ട. നിങ്ങൾ നാളെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോരി. അതുകൊണ്ട് കളയാൻ നോക്ക്. ഞാനും വരാം നിങ്ങളുടെ കൂടെ. അല്ലാണ്ട് പുറത്തിറങ്ങി നടക്കൂല. 50-55 വയസ്സിലൊക്കെ പ്രസവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ഇപ്പൊ നിങ്ങൾക്ക് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങ് റെസ്റ്റ് എടുക്കണം. ഈ റെസ്റ്റിന്റെ ഇടയിൽ നിങ്ങൾ ആരെ നോക്കുന്ന വിചാരിച്ചിരിക്കുന്നത്? ഈ പേര് മൊത്തം ആര് നോക്കുന്ന വിചാരിച്ചേക്കുന്നത്? ഈ വയ്യാണ്ടിരിക്കുന്ന തള്ളയോ? ഇനിയിപ്പോ ഞാൻ അവളുടെ പേറും കൂടെ നോക്കാം. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ എനിക്ക്. എന്തായാലും അമ്മായി ഒന്നും നോക്കാൻ വരേണ്ടി വരില്ല. അത്രയും കേട്ടാ പോരെ? അതെല്ലാം പോട്ടെ. ഈ അങ്ങ് പ്രസവിച്ച് ഒരു കട്ടിലയിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന് എന്തെങ്കിലും ഒരു വിശേഷമായി വന്നിട്ടുണ്ട്. അതിന്റെ സമയമല്ലേ അത്? എന്തെങ്കിലും ഒരു വിശേഷമായി വന്നിട്ടുണ്ടെങ്കിൽ ആര് നോക്കും വിചാരിച്ചിട്ടാ? നിന്നെ നോക്കാൻ തന്നെ വേണം ഇവിടെ ഒരു ആള്. അതിന്റെ ഇടയിൽ കൂടെ ഓളെയും കൂടെ നോക്കാൻ പറ്റുമോ? അതോ നിങ്ങളുടെ രണ്ടിന്റെ പ്രസവം നോക്കാനുള്ളവരാണോ അവിടെ ഉള്ളവര്? എന്ത് വിചാരിച്ചിട്ടാ ഈ ഇരിക്കണേ? ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരോടും, എൻ്റെ ഉമ്മാന്റെ പ്രസവേ നിങ്ങൾ ആരും നോക്കണ്ട. ഞാനുണ്ട് ഇപ്പൊ നോക്കാൻ. ഞാൻ നോക്കിക്കോളൂ.
എന്നാ നീ കൊണ്ടുപോയി നോക്ക്. സ്വന്തം ഉമ്മാന്റെ പ്രസവം നോക്കുന്ന ആദ്യത്തെ മോളാവട്ടെ ഈ ലോകത്ത്. കൊണ്ടുപോയി നോക്ക് നീയേ. എത്ര ആളുകളാണെന്നറിയോ ഈ നാട്ടിൽ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരുള്ളത്. മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് നടക്കുന്നു. ആ സ്ഥാനത്ത് ദൈവം തന്നതല്ലേ. പടച്ചവൻ തന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ഈ സമയത്ത് ഒരു സമാധാനം കൊടുക്കുക വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കടന്നിട്ട് കുറ്റപ്പെടുത്തുമല്ല. സപ്പോർട്ടൊക്കെ അങ്ങോട്ട് ഒറ്റയ്ക്ക് കൊടുത്താൽ മതി, എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. കേട്ടല്ലോ ഉമ്മങ്ങള്, മരുമോളുടെയും പേരക്കുട്ടീന്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയിപ്പോ എന്തെന്നാ നിങ്ങൾ ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ പറയും. ഇവർക്ക് ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യേണ്ടത്? വരുന്ന എന്താ വെച്ചാലേ തള്ളേ മോളും കൂടി അങ്ങോട്ട് അനുഭവിച്ചോട്ടെ, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാന്? ഞാൻ എന്തായാലേ സുബൈറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവര് പറഞ്ഞ അതേ വർത്താനാണ് അവൻ പറയുന്നതെങ്കിൽ അപ്പൊ നോക്കാം കാര്യങ്ങള്. ഷബീർക്കയുടെ ആ ഒരു വീട്ടിലേക്ക് എങ്ങാനും ഒന്ന് അവര് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുഖത്ത് നോക്കും ഉമ്മ ഞാനേ? അമ്മായിന് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മയടക്കം ഒന്നും മിണ്ടിയിട്ടില്ല. ഇനിയിപ്പോ വാപ്പാനെയും കൂടെ വിളിച്ചാലേ അമ്മായിക്കൊരു സമാധാനം ആവുന്നുണ്ടെങ്കിൽ വിളിച്ചോ, ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും. ഇനി അവിടെ നിന്നും കൂടെ കേട്ടിട്ട് മതിയാവുള്ളെങ്കിൽ അമ്മായി വിളിച്ചോ. ഞാൻ സുബൈറിനെ വിളിച്ചിട്ട് ഓനും ഇതേ കൂട്ടാണ് പറയുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആങ്ങളെ ഉണ്ടാവില്ല, ഒരു നാത്തൂനും ഉണ്ടാവില്ല. ഇതിന്റെ പേരിൽ ഞാൻ ഈ പടി കടക്കും എന്നുള്ളത് ആരും വിചാരിക്കാൻ വേണ്ട. വരുന്നതും വരാത്തതൊക്കെ അമ്മായിയുടെ ഇഷ്ടമാണ്. അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടും പറയുന്നത് കേട്ടോണ്ട് തന്നെ നിൽക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഉമ്മ വാ ഉമ്മ, ഇവരോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാലേ നമുക്കും കൂടെ മാനസികമാവുകയുള്ളൂ.